ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ്, പ്ലൈവുഡ്സ്, ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാടം മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. കിള്ളിമംഗലം കുളമ്പിലെ CPM പ്രവർത്തകരുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. നാളെ വൈകിട്ട് 4 മണിക്ക് സഖാവ് EMS സ്മാരക മന്ദിരം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കിള്ളിമംഗലം കുളമ്പ് പ്രദേശത്തെ CPIM പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും ദീർഘകാലത്തെ സ്വപ്നമായിരുന്ന സ്വന്തമായ ബ്രാഞ്ച് ഓഫീസ് കെട്ടിടം നാളെ നവംബർ 9 ഞായറാഴ്ച യാഥാർത്ഥ്യമാകും. വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന വിപുലമായ പൊതുയോഗത്തിൽ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം കെ രാധാകൃഷ്ണൻ ബ്രാഞ്ച് ഓഫീസ് ഉദ്ഘാടനം നിർവഹിക്കും. CPIM വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി KK മുരളീധരൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം T ശശിധരൻ മുഖ്യപ്രഭാഷണം നടത്തും. പാർട്ടി ഓഫീസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മറ്റ് നിരവധി പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. MP കൂടിയായ കെ രാധാകൃഷ്ണൻ EMS ഫോട്ടോ അനാച്ഛാദനം ചെയ്യും. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് KV നഫീസ, ജില്ലാ കമ്മിറ്റി അംഗം PA ബാബു എന്നിവർ യഥാക്രമം EMS ലൈബ്രറിയും യൂത്ത് ക്ലബ്ബും ഉദ്ഘാടനം ചെയ്യും. MLA യുവ പ്രദീപ് ആദ്യകാല പ്രവർത്തകരെ ആദരിക്കും. മുൻ ഏരിയ സെക്രട്ടറി KP രാധാകൃഷ്ണൻ, ചേലക്കര ഏരിയ സെക്രട്ടറി K നന്ദകുമാർ, വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KM അഷ്റഫ്, T ചന്ദ്രശേഖരൻ, പാഞ്ഞാൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി C ഉണ്ണികൃഷ്ണൻ എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിക്കും. സ്വാഗത സംഘം ചെയർമാൻ KV സതീശൻ സ്വാഗതവും ട്രഷറർ PK സുരേഷ് നന്ദിയും പറയും. പൊതുയോഗത്തിന് ശേഷം വിവിധ കലാപരിപാടികളും അരങ്ങേറും. കിള്ളിമംഗലം കുളമ്പിലെ പാർട്ടിയെ സ്നേഹിക്കുന്നവരുടെ വലിയ സ്വപ്നമാണ് ഇതോടെ പൂവണിയുന്നത്. ഈ പാഞ്ഞാൾ ലോക്കൽ കമ്മിറ്റിയിലെ കിള്ളിമംഗലം കുളമ്പ് ബ്രാഞ്ചിന് സ്വന്തമായൊരു ആസ്ഥാനം എന്നുള്ളത് ഇവിടുത്തെ പാർട്ടിയെ സ്നേഹിക്കുന്നവരുടെയും പാർട്ടി പ്രവർത്തകരുടെയും ഒരു ചിരകാല ആഗ്രഹവും സ്വപ്നവുമായിരുന്നു. എന്നാൽ ഇപ്പോഴാണത് ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. ഈ പ്രദേശമെന്ന് പറയുന്നത് തീർച്ചയായും സാധാരണക്കാരായ തൊഴിലാളികളും അതുപോലെ തന്നെ ഇടത്തരം കർഷകരും മറ്റു ജനവിഭാഗങ്ങളുമൊക്കെ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാലം മുതൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വ്യക്തമായ അനുഭാവി സമ്പത്തുള്ള ഒരു പ്രദേശം കൂടിയായിരുന്നു ഈ കുളമ്പ് എന്ന് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ പാഞ്ഞാൾ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഒളിവിലും തെളിവിലുമൊക്കെ താമസിച്ച് ഈ പാർട്ടി കെട്ടിപ്പടുക്കുമ്പോൾ അതിന് അനുകൂലമായ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഈ പ്രദേശത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് അവരുടെ ദൈനംദിന ജീവിതങ്ങളിലെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും അത് പറയുന്നതിനും വേണ്ടി സ്വന്തമായിട്ടുള്ള ഒരു ആസ്ഥാനം എന്ന് തന്നെയാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും അവർക്ക് ഇത് അവകാശപ്പെട്ടതാണ്. അവർക്ക് ഏതു സമയത്തും കടന്നു വന്ന് അവരുടെ കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് പറയുന്നതിനും ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളിൽ ഞങ്ങളെ സഹായിക്കുന്നതിനും ഞങ്ങൾക്ക് അവരോടൊപ്പം നിൽക്കുന്നതിനും ഒക്കെ ഒരു ആസ്ഥാനം എന്നാണ് ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരു പേരിടണമെന്ന് ഞങ്ങൾ പാർട്ടി കമ്മിറ്റി കൂടി ആലോചിച്ചപ്പോൾ ഒരൊറ്റ പേരാണ് എല്ലാവരും ഉറപ്പിച്ച് തന്നെ പറഞ്ഞത്, സഖാവ് EMSൻ്റെ പേര്. ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് ഞങ്ങൾക്ക് ഏവർക്കും സുപരിചിതനായ ഈ പ്രദേശത്തെ ജനങ്ങളെ, ഞങ്ങൾക്കും അദ്ദേഹത്തിന് ഈ പ്രദേശത്തെ ജനങ്ങളെ മുഴുവൻ അറിയാം. ഓരോരുത്തരെയും ഓരോ വീടുകളും അറിയാം. സഖാവ് K രാധാകൃഷ്ണനാണ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം. ഇവിടുത്തെ MP ആയിട്ടുള്ള രാധാകൃഷ്ണനാണ്. അതുകൊണ്ട് ഒട്ടും സംശയമില്ല, തീർച്ചയായും അദ്ദേഹം തന്നെ ഈ ഉദ്ഘാടനം ചെയ്യണമെന്ന് ഞങ്ങളുടെ ബ്രാഞ്ച് തീരുമാനിക്കുകയും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച അദ്ദേഹം നാളെ 4 മണിക്ക് ഇവിടെ എത്താമെന്ന് ഏറ്റിട്ടുണ്ട്. ഇതിൽ അധ്യക്ഷത വഹിക്കുന്നത് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് മുരളിയേട്ടനാണ്. അതേപോലെ തന്നെ മുഖ്യപ്രഭാഷണം നടത്തുന്നത് DYFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയും ഇപ്പോൾ
പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് ടി ശശിധരനാണ്. അതിനോടനുബന്ധിച്ച് ഒരുപാട് ചെറിയ പരിപാടികൾ ഞങ്ങളുടെ ആഗ്രഹം ആണ്. EMSൻ്റെയും AKGയുടെയും കൃഷ്ണപിള്ളയുടെയും ഫോട്ടോ അനാച്ഛാദനം അത് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പർ സഖാവ് KV നബീസയാണ് ചെയ്യണത്. EMSൻ്റെ സമ്പൂർണ്ണ കൃതികൾ ഒരാൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊരു ചെറിയ EMS ലൈബ്രറി ഉണ്ട്. അത് പാർട്ടിയുടെ മുൻ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള PA ബാബുവാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതേപോലെ തന്നെ യൂത്ത് ക്ലബിൻ്റെ ഉദ്ഘാടനവും ആദ്യകാല പ്രവർത്തകരെ ആദരിക്കലുമുണ്ട്. അത് ജനകീയനായ നമ്മുടെ MLA പ്രിയങ്കരനായ MLA സഖാവ് UR പ്രദീപാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും ഈ പ്രദേശത്ത് ജനങ്ങളുടെ ഒരു ആവേശമാക്കി മാറ്റാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് തന്നെ എല്ലാവരെയും ഞങ്ങളുടെ ഈ സന്തോഷ നിമിഷത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. തീർച്ചയായും എല്ലാവരും എത്തിച്ചേരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ ദൈനംദിന ആവശ്യങ്ങൾ നടപ്പിലാക്കുന്നതിനും പറയുന്നതിനുമൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഓഫീസാണ്. വാതിൽ ഒരിക്കലും ഞങ്ങൾ അടച്ചു പൂട്ടിയിട്ടില്ല. ജനങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കയറി വരാം എന്നും ഞങ്ങൾ ജനങ്ങൾക്കൊപ്പം ഉണ്ടാവും എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇതിനു വേണ്ടി ഞങ്ങൾ സമീപിച്ചപ്പോൾ ഒരു ആൾ പോലും അതിന് ഒരു വിമുഖത കാണിച്ചിട്ടില്ല. എല്ലാവരും അവനവൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ശക്തിക്കനുസരിച്ച് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. മെറ്റീരിയൽസ് തന്നിട്ട് സഹായിച്ചിട്ടുണ്ട്, സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട്. ആരെയും പേരെടുത്ത് പറയുന്നില്ല. ഞങ്ങൾക്ക് ബന്ധമുള്ള ഓരോ പാർട്ടി മെമ്പർമാർക്കും അവർക്കുള്ള ബന്ധങ്ങളെല്ലാം ഇതിനുവേണ്ടി പരമാവധി വിനിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓഫീസിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സഹകരിച്ച എല്ലാവരെയും, ഇതിന് സ്ഥലം തന്നത് വില കൊടുത്തിട്ടാണെങ്കിൽ പോലും ഒരു ചെറിയ ഒരു എന്താ പറയുക വിട്ടുവീഴ്ചയൊക്കെ ചെയ്ത് ഞങ്ങളുടെ കയ്യിൽ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതിന് സ്ഥലം തന്നത് അടിയാമ്പുറത്തെ കുഞ്ചപ്പൻ നായരാണ്. അദ്ദേഹത്തെ ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. കാരണം ഞങ്ങൾക്കൊരു സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥലം, കുറച്ച് സ്ഥലം കൊടുത്തു. ബാക്കി വന്ന സ്ഥലം ഞങ്ങൾ ചോദിച്ചപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പൈസ തരും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹവും ഞങ്ങളോട് വിട്ടുവീഴ്ച കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സഹകരിച്ച എല്ലാ നല്ല മനസ്സുകളെയും ഞങ്ങൾ സ്മരിക്കും. CCV ന്യൂസ് പാഞ്ഞാൾ.